പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 127:1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എത്ര ഒരുങ്ങിയാലും നമ്മൾ എത്ര പരിശ്രമിച്ചാലും കർത്താവ് സഹായിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ, തീവ്രവാദ ശക്തികൾ അമർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, കോവിഡ് മഹാമാരി ഈ ദേശങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതിന് പോലും കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്കായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക സഹായം നമുക്ക് ചോദിക്കാം. പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവാണ് എല്ലാം ക്രമീകരിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് സഭയെ പണിയുന്നത്. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ 2 കരങ്ങളും ഉയർത്തി, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ചൊല്ലിപ്പിക്കണമേ, പരിശുദ്ധാത്മാവെ വിശ്വാസന്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. ആഗ്രഹത്തോടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 അഗ്നിയേക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയേക്കണമേ പരിശുദ്ധാത്മാവേ, കൈകളടിച്ച് അഗ്നിയേക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയേക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്താ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്താ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്താ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. കൈകൾ താഴ്ത്തി അടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അവിടെ ഞങ്ങളെ കാക്കണം. ഓ പരിശുദ്ധാത്മാവ് അവിടെ ഞങ്ങളെ നയിക്കണം. ഓ പരിശുദ്ധാത്മാവ് ശുശ്രൂഷ അഭിഷേകം ചെയ്യണമേ. ഓ പരിശുദ്ധാത്മാവ് വ്യാഖ്യാനങ്ങളിൽ തുറന്നു തരണമേ. പരിശുദ്ധാത്മാവേ വിശ്വാസത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. കൈകൾ ഉയർത്തി ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, വലിയ ആഹ്ലാദത്തോടെ, കൊടുങ്കാറ്റേ നീ വീശണമേ, വലിയ ആരവത്തോടെ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു സഭയ്ക്ക് പുതിയ ബന്ധക്രിസ്താ നൽകണമേ, പുതിയൊരു ബന്ധക്രിസ്താ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്താ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്താ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്താ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്രിസ്താ. ഹല 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 ഓരോ ഹൃദയങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ, ഓരോ വിടുതൽ പ്രാപിക്കട്ടെ. ഓ കർത്താവേ, ഈ ശുശ്രൂഷ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. സഭയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു, സഭയുടെ
പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹൃദയം തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മനസ്സ് തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയുടെ ബലഹൃദയത്തിലേക്ക് നമ്മളെല്ലാവരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ മണിക്കൂറിലെല്ലാം അമ്മ മുഴുവൻ സമയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ആഗ്രഹിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഈ 8 ദിവസം ഷെഖൈന ടെലിവിഷനിലൂടെ നമ്മൾ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക നിയോഗം കർത്താവ് തന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാലച്ചൻ ആദ്യത്തെ ദിവസം പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. അഭിവന്യ ആലഞ്ചേരി പിതാവ് ഈ കോവിഡ് മഹാമാരി കർത്താവിൻ്റെ കരുണയാൽ നമ്മുടെ ദേശങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം തന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കോവിഡ് മഹാമാരി പോലത്തെ വലിയ ഒരു മഹാമാരിയായ തീവ്രവാദവും നമ്മുടെ രാജ്യങ്ങളിൽ നമ്മുടെ ദേശങ്ങളിൽ നിന്നും തുടച്ചു മാറ്റപ്പെടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന യജ്ഞത്തിലാണ് നമ്മൾ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവ്രക്കാൻ വട്ടാലച്ചൻ്റെ ആദ്യത്തെ ടോക്ക് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആദ്യം തന്നെ അത് കേൾക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു കോണ്ടസ്റ്റ്, ഒരു അവതരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ബാക്കി ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട റോയി കണ്ണഞ്ചേറി അച്ഛനും അതേപോലെ സാബു ആറുതൊട്ടി ബ്രദറും സന്തോഷ് കരിമ്പത്തർ ബ്രദറും വളരെ മനോഹരം അതിൻ്റെ ചുവട് പിടിച്ച് തങ്ങൾ കർത്താവ് നൽകിയ ദൂതുകൾ നമ്മളോട് പറഞ്ഞത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സാബു ബ്രദർ നമ്മൾ സംസാരിച്ച് നമ്മുടെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ട ഒരുമിച്ച് നിന്ന് പൊരുതേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് അച്ഛൻ നമ്മൾ കണ്ണഞ്ചേരി അച്ഛൻ ഓർപ്പിച്ചത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അടുത്ത 3 ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂർണ്ണതെലുങ്കച്ചൻ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ അക്കമിട്ട് പറയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പക്ഷേ ചില മനുഷ്യർ, ഞാനിതിന്റെ കമന്റുകളൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു, ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ധ്യാനത്തിന്റെ ഫീൽഡിലൊക്കെ നിൽക്കുന്നവര് ഇങ്ങനെയൊക്കെ പറയണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കണോ, രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ പറയണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളും ചിലരുടെ മനസ്സിൽ ചെറുത് പുറത്ത് വന്നിട്ടുണ്ടാവും, ചിലത് ഉള്ളിലുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതമോഹന ഗ്രന്ഥത്തിൽ 1816 ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒന്ന് വായിച്ചു കേൾക്കാം. ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് ഏറ്റുപറയുകയും ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുക കൂടി ചെയ്യണം. മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയാനും സഭയ്ക്ക് നിരന്തരമുണ്ടാകുന്ന പീഡനങ്ങളുടെ മധ്യേ കുരിശിന്റെ പാതയിൽ അവിടുത്തെ പിന്തുടരാനും എല്ലാവരും സന്നദ്ധരായിരിക്കണം. വിശ്വാസത്തിന്റെ ശുശ്രൂഷയും വിശ്വാസത്തിന്റെ സാക്ഷ്യവും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഒരു കടമ നമുക്കുണ്ട്. കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഗതി നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളും അത് എടുത്തുകൊണ്ട് പോകാതെ, അത് നശിപ്പിച്ച് കളയാതെ, അത് ഇല്ലായ്മ ചെയ്യാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പോരാ, അത് ഏറ്റുപറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പോരാ, അത് സാക്ഷ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. പോരാ, എൻ്റെ സഹോദരങ്ങളെ, സഭയുടെ മതബോധനം എന്ന് പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിന്റെ ശുശ്രൂഷ നിന്റെ രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8 നോമ്പിനോട് അനുബന്ധിച്ച്
ഇങ്ങനത്തെ ശുശ്രൂഷകളെ ഷെഖേന ടെലിവിഷനിലൂടെ പ്രത്യേകിച്ച് പല ആത്മായ സഹോദരന്മാരുടെ ശക്തമായ ഒരു പ്രേരണയിലൂടെ ചേർന്ന് വരുന്നത് ഉയർന്നു വളരെ ദൈവ നിയോഗമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം വാസ്തവത്തിൽ ഇതുപോലെയുള്ള ചില തീവ്രവാദമൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ വ്യക്തമായിട്ട് ഇടപെട്ടതും കൂടിയാണല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ 8 നോമ്പിന് പുറകിലുള്ള ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാ ടോക്കിലും നമ്മൾ കേട്ടതായതുകൊണ്ട് സാബ്രത ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ ഒരു ബൈബിൾ അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ വായിക്കുന്നത് വെളിപാടിന്റെ പുസ്തകത്തിലാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് ആ വചനം വായിച്ച് കേൾക്കാം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ഈ സർപ്പം എന്ന് പറയുന്നത് പിശാചാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അപ്പൊ അതിന്റെ എന്റെ സഹോദരൻ, പിശാചിന് ഒരു ഒടുങ്ങാത്ത പക പരിശുദ്ധ അമ്മയോടുണ്ട്, പരിശുദ്ധ മറിയത്തോടുണ്ട്. എന്താ കാരണം? പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളും സാത്താന്റെ സാമ്രാജ്യത്തെ തകർക്കാൻ സ്വർഗത്തെ നിർബന്ധിക്കും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് മഹാമാരി പോലത്തെയുള്ള ചില തീവ്രവാദം വരുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എന്ന് പറയുന്നത് ഒരു നിർണായക സംഗതിയാണ്. പിന്നെ പിശാചിന് ആരോടാണ് കലി? ദൈവകൽപ്പനകൾ കാക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവകൽപ്പനകൾ, ദൈവത്തിന്റെ വചനം, കൽപ്പന, നിയമം പാലിക്കുന്നവർ മാത്രമല്ല, പിന്നെയോ കാക്കുന്നവർ കൂടിയാണ്. വി ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ദ ചർച്ച്. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുവെന്ന് മുമ്പേ CCCയിൽ പറഞ്ഞതിന് കാരണം അതാണ്. ദൈവകൽപ്പനകൾ കാക്കുന്നവര്, വിശ്വാസം കാക്കുന്നവര്, വചനം കാക്കുന്നവര്, വചനത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടവരാണ് നമ്മൾ. അതാണ് കാക്കുന്നവരാ. ഉദാഹരണം പറഞ്ഞാൽ ഒരു രാജ്യത്തെ കാക്കുന്നത് ആരാ? തീർച്ചയായിട്ടും രാജ്യത്തെ കാക്കുന്ന ദൈവമാണ്, സംശയം വേണ്ട. അതാണ് നമ്മൾ ആദ്യത്തെ വചനത്തിൽ കേട്ടത് അല്ലേ? കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാൽ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥമാണ്. അപ്പൊ കാക്കുന്നത് കർത്താവാണ്. പക്ഷേ അങ്ങനെ കാക്കുന്നതിന് നമ്മളെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ കാശ്മീരിന്റെ അതിർത്തിയിൽ നമ്മുടെ സൈന്യമാണ് കാക്കുന്നത് ഇല്ലേ? അവരെങ്ങനെയാണ് കാക്കുന്നത്? ശത്രുക്കൾ ഇങ്ങോട്ട് വരുന്നതിനെതിരെയുള്ള എല്ലാ തരത്തിലുള്ള വാതിലും അടയ്ക്കുകയാണ് എന്ന് മാത്രമല്ല പൊരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവകൽപ്പനകൾ കാക്കുന്നവരോട് പിശാചിന് ഒടുങ്ങാത്തൊരു പകയുണ്ട്. കഴിഞ്ഞില്ല. അടുത്ത വാക്യം എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവര് അതാരാ? നമ്മളാണ്. വി ആർ ദ വിറ്റ്നസസ് ഓഫ് ജീസസ്. അപ്പസ്തോലന്മാരെ ഫസ്റ്റ് വിറ്റ്നസസ് ആണ് കർത്താവിൻ്റെ എങ്കിൽ അതിന് തറകോട്ട് വരുമ്പോൾ എൻ്റെ ഓരോ വിശ്വാസിയും കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാണ്. അവരോട് പിശാചിന് ഒരു ഒടുങ്ങാത്ത പകയുണ്ട്, ഒടുങ്ങാത്ത കലിയുണ്ട്. കഴിഞ്ഞില്ല. 4-ാമത്തെ കാര്യം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? വചനം പഠിപ്പിക്കുകയാണ്, അവളുടെ സന്തതികളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ആരെ? അവളുടെ സന്തതി. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ അമ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മളോടും പിശാചിന് ഒരു ഒടുങ്ങാത്ത പകയും കലിയും ഉണ്ട്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തിന്മ വിശ്വാസത്തിനെതിരെയുള്ള, വിശ്വാസത്തെ തുടച്ചു മാറ്റാനുള്ള, ക്രൈസ്തവ വിശ്വാസത്തെ ഈ ഭൂമത്ത് ഉന്മൂലനം ചെയ്യാനുള്ള പല തരത്തിലുള്ള പ്രവർത്തികൾ പിശാച് ഒരുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു റോളുണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്ന് പൊരുതാൻ വേണ്ടിയിട്ട്. എങ്കിലും എൻ്റെ സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് വചനം പറഞ്ഞു കൊടുക്കുക, ഇതിനെ നല്ല ഓട്ടം ഓടി അല്ലേ? ആ വചനം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കണം. ആ വചനം നമ്മൾ വായിക്കുന്നത് 2 തിമോത്തി 4:7 2 തിമോത്തി 4:7. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. ഞാൻ നല്ലവണ്ണം ഓടി യുദ്ധം ചെയ്ത് എന്തിനു വേണ്ട? എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഭയിൽ അനേകം വിശ്വാസികൾ വിശ്വാസം ഞാൻ കാത്തു എന്ന് പറഞ്ഞു ഭരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഭ, നമ്മൾ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കണം. നമ്മൾ ഒരു പ്രാർത്ഥന യജ്ഞത്തിന് തന്നെ തയ്യാറെടുക്കണം.
അതുകൊണ്ട് നമുക്കറിയാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല തരത്തിലുള്ള ഇങ്ങനത്തെയുള്ള അവസ്ഥകൾ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് പൊരുതി ജയിച്ച് എന്നതിനെക്കുറിച്ച് പല വെളിപ്പെടുത്തലുകൾ കർത്താവ് ബൈബിളിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മണിക്കൂറുകളിൽ ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രിയപ്പെട്ട സഹോദരൻ പകർച്ചവ്യാധികളും മഹാമാരികളും വന്നപ്പോഴും പകർച്ചവ്യാധി എന്നതുപോലെ മഹാമാരി എന്നതുപോലെ വലിയ ശത്രുക്കളുടെ ആക്രമണം വന്നപ്പോഴും എങ്ങനെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവജനം കർത്താവിന്റെ സഹായത്തിൽ അതിജീവിച്ച് പോയ വഴികളെ കുറിച്ചാണ് നമ്മൾ ഈ മണിക്കൂറിൽ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ദൈവജനത്തിനെതിരെ വരുമ്പോൾ അവർ അതിജീവിക്കാൻ വേണ്ടി ചെയ്ത ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അനുതാപവും മാനസാന്തരവും വിശുദ്ധ ജീവിതവുമാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പല തവണ പല തരത്തിലുള്ള മഹാമാരികൾ ദൈവജനത്തിന്റെ മേൽ വന്നു പെടുന്നുണ്ട്, പകർച്ചവ്യാധികൾ വന്നു പെടുന്നുണ്ട്, പല തരത്തിലുള്ള ഞെരുക്കങ്ങൾ അവർ അകപ്പെടുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ പല വിധത്തിൽ ശത്രുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെയുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് പഴയ നിയമത്തിൽ മുഴുവൻ ദൈവജനവും പ്രവാചകന്മാരുടെ നിർദ്ദേശപ്രകാരം, അതായത് ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിതമായി പ്രവാചകന്മാർ സംസാരിച്ചപ്പോൾ അവർ ചെയ്ത കാര്യം എന്താ പറയുക? അവർ ചങ്ക് പൊട്ടി കരഞ്ഞ് അനുതപിച്ചു. കഴിഞ്ഞില്ല, മാനസാന്തരപ്പെട്ടു. കഴിഞ്ഞില്ല, ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞത് ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ആ സമൂഹത്തിലുണ്ടായി. പഴയ നിയമം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമുണ്ട്. സിൻ, റിപ്പന്റൻസ് ആൻഡ് മേഴ്സി ഓഫ് ഗോഡ്, ദാറ്റ്സ് എ സൈക്കിൾ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ചില അവസ്ഥകൾ വന്നു കഴിയുമ്പോൾ, ദൈവജനത്തിന് ചില മഹാമാരി വന്നു കഴിയുമ്പോൾ, ദൈവജനത്തിന് ചില തകർച്ചകൾ വന്നു കഴിയുമ്പോൾ, ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്ന സാഹചര്യം വരുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്താ? ചങ്ക് പൊട്ടി കരഞ്ഞ് അനുദപിക്കും. കഴിഞ്ഞില്ല, മാനസാന്തരപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ആദ്യ ദിവസങ്ങൾ നമ്മുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി. വട്ടാച്ചൻ ഓൾറെഡി അതിന്റെ ഉത്തരം പറഞ്ഞു തുടങ്ങിയിരുന്നു. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ദിവസം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനും നീയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുതപിക്കണം, മാനസാന്തരപ്പെടണം. എന്ന് പറഞ്ഞാൽ അനുതാപവും മാനസാന്തരവും ബൈബിൾ വചനപ്രകാരം രണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരേ പ്രക്രിയയുടെ രണ്ട് സംഗതികളാണ്. ഒന്ന് ആരംഭമാണെങ്കിൽ മറ്റേത് അവസാനമാണ്. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം കാര്യം യൂദാസിന് താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് എന്ത് തോന്നി? താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പശ്ചാത്താപം തോന്നി, പക്ഷെ മാനസാന്തരം ഉണ്ടായില്ല. Praise the Lord. Praise the Lord. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവജനത്തിന്റെ ഇടയിൽ വന്ന് ഭവിച്ചിരുന്ന പാപങ്ങളെ കുറിച്ച് അനുദപിച്ചാൽ മാത്രം പോരാ, ഒരു മാനസാന്തരത്തിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴാണ് ദൈവശക്തി ഇടപെടൽ ഉണ്ടാകുന്നത്. ജോയൽ പ്രവചനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവാൻ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ, കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ. മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോയൽ പ്രവാചകൻ ദൈവജനം വലിയ ഒരു കെടുതിയിലേക്ക് പോകുന്ന സമയത്ത് ജോയൽ പ്രവാചകൻ പറയാണ്, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ. ആരെ ഒഴിവാക്കിയുള്ള? ശ്രേഷ്ഠന്മാർ വരട്ടെ, യുവതി യുവാക്കന്മാർ വരട്ടെ, വൃദ്ധന്മാർ വരട്ടെ, ബാലന്മാർ വരട്ടെ, മണവാളനും മണവാട്ടിയും വളരട്ടെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അവർ കണ്ണുനീരോടെ അനുദപിക്കട്ടെ. പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യം നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹലോ, എപ്പോഴൊക്കെ ദൈവം അനുദപിച്ച മാനസാന്തര ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ, പിന്നെ നമ്മൾ ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ കാണുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കൺമുമ്പിൽ ഇതൊന്നുമല്ല, ഇതിലും വലിയ മഹാമാരികൾ. ഞാൻ മഹാമാരി എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന് കോവിഡ് പോലുള്ള മഹാമാരി, 2 തീവ്രവാദം പോലുള്ള മഹാമാരി. രണ്ടും ദൈവജനത്തെ തുടച്ചു നീട്ടിയാണ് ഒരുപോലെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ വന്നപ്പോൾ
നമ്മൾ ചെയ്യുന്ന ഒന്ന്, അനുതപിക്കണം, മാനസാന്തര ജീവിതത്തിലേക്ക് വരണമെന്ന് ദൈവം വിളിക്കുന്നുണ്ട്. അത് ബൈബിളിൽ ഏത് പുസ്തകങ്ങൾ നമ്മൾ കാണും. Praise the Lord. Praise the Lord. നെഹമ്യായുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. Book of Nehemiah chapter 9 verse 1 and 2. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചാക്കുടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ വലിയ അടിമത്തത്തിലേക്ക് പോവാം, വലിയ പ്രശ്നത്തിലേക്ക് പോവാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യം എന്താ? അവരെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. ഇസ്രായേൽ ജനം മുഴുവൻ സമ്മേളിക്കുകയാണ്. ചാക്കുടുക്കുന്നു, ചാരം പൂശുന്നു, തലയിൽ പൊടി വാരിയിടുന്നു. അവർ കരഞ്ഞ് നിലവിളിക്കുക. ഈ പദപ്രയോഗങ്ങളൊക്കെ അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെ സൂചനകളാണ്. എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് നിന്നാ പോരാ, മാനസാന്തരത്തിന്റെ ജീവിതത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാന്റെ പ്രഭാഷണത്തിലും അല്ലെങ്കിൽ ഈശോയുടെ ആദ്യ പ്രഭാഷണത്തിലും പറയുന്നത് എന്താ? മാനസാന്തരപ്പെടാനാണ് വിളി, മാനസാന്തരപ്പെടാനാണ് വിളി. അതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കും. എന്ന് പറഞ്ഞാൽ യേശുവിലേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് വരണം. അങ്ങനെ വന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തിന്റെ ശക്തി പ്രകടമാകും. അത് നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ എവിടെയൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അതിനകത്ത് ഔദ്യോഗികമായി സഭ പ്രഖ്യാപിച്ച എല്ലാ സ്ഥലങ്ങളും എന്താ? അനുതപിക്കുക, പരിഹാരം ചെയ്യുക, പശ്ചാത്തപിക്കുക, മടങ്ങി വരിക. അപ്പം മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണത്, അനുതാപത്തിനുള്ള വിളിയാണത്, പഴയ ജീവിത രീതിയോട് വിട പറയാനുള്ള വിളിയാണിത്. അങ്ങനെ വരുമ്പോ എൻ്റെ സഹോദരൻ, ബൈബിളിന്റെ വചനപ്രകാരം ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ കർത്താവ് തന്നെ ചെയ്തിരിക്കും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ശത്രുക്കളോട് പോരാടണമെന്നുണ്ടെങ്കിൽ വിശുദ്ധി കൂടിയേ പറ്റൂ. അതാണ് അതിന്റെ അർത്ഥം. അതാണ് പറഞ്ഞത്, അനുതാപം, മാനസാന്തരം, വിശുദ്ധ ജീവിതം. നമുക്ക് വചനപ്രകാരം തന്നെ പഠിക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 18 വേഴ്സ് 30. അധമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമ വികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. അതുകൊണ്ട് അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുതാപവും മാനസാന്തരവും വിശുദ്ധ ജീവിതം ഇല്ലാതെ വന്നാൽ ശത്രുക്കൾക്ക് നമ്മൾ കീഴടങ്ങും. അതുകൊണ്ടാണ് വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് സഹോദരങ്ങളെ. ദൈവത്തിന്റെ ശക്തി പ്രകടമാകണമെങ്കിൽ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്, അനുതാപം വളരെ പ്രധാനപ്പെട്ടതാണ്, മാനസാന്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ ആഗമനം അടുത്തു എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം. എൻ്റെ പ്രിയപ്പെട്ട ഇതൊക്കെ ഇത് അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ ഉദ്ദേശം എന്താ? അനുതപിക്കണം, മാനസാന്തരപ്പെടണം, വിശുദ്ധ ജീവിതത്തിലേക്കും കൃപയുടെ ജീവിതത്തിലേക്കും വരാനുള്ള വിളിയല്ലേ അത്. പ്രഭാഷകന്റെ പുസ്തകം വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 23:3. എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് പാപങ്ങളും കുറ്റങ്ങളും പെരുകാതെ വിശുദ്ധ ജീവിതത്തിലേക്ക് ഞാനും നീയും വരാൻ തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ട ശത്രുക്കൾക്ക് നമ്മൾ പരിഹാസപാത്രമാകുകയല്ല, ശത്രുക്കൾക്ക് നമ്മുടെ മേൽ ആധിപത്യം കിട്ടില്ല എന്ന് എഴുതപ്പെട്ട വചനം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വരേണ്ട വിളി എന്താ? അനുതപിക്കുക, മാനസാന്തരപ്പെടുക, ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വളരുക. നിയമാവർത്തന പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 23 വേഴ്സ് 9. ശത്രുക്കൾക്കെതിരായി പാളയമടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിൽ നിന്ന് വിമുക്തരായിരിക്കണം. ശത്രുക്കൾക്കെതിരായി പാളയമടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരായിരിക്കണം, വിമുക്തരായിരിക്കണം. കഴിഞ്ഞിട്ടില്ല. നിയമാവർത്തനം 23-ാമത്തെ അധ്യായത്തിൽ തന്നെ 23-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇതേ കാര്യം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന്
നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ട് വിജയം നൽകുന്നത് കർത്താവാണ്, പൊരുതുന്നത് കർത്താവാണ്, നഗരം കാക്കുന്നത് കർത്താവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് കർത്താവ് ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം വ്യാപരിക്കുന്നുണ്ട്, ദൈവിക സാന്നിധ്യമുണ്ട്. പക്ഷേ ആ കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണമെങ്കിൽ, കർത്താവ് നമ്മുടെ കൂടെ നിൽക്കണമെന്നെങ്കിൽ വിശുദ്ധി. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജ്ഞാനത്തിന് പുസ്തകം വായിക്കും, വിശുദ്ധി അജയ്യമായ പരിച. എന്താക്രമണമല്ല, എന്ത് സംഗതി വന്നാലും വിശുദ്ധിയിൽ നിലനിൽക്കുന്ന അത് അജയ്യമായ പരിചയാണ്, ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത പരിച. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കം വട്ടാച്ചിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിരിക്കുന്ന യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട്, 7 മിനിറ്റിൻ്റെ ചെറിയ വീഡിയോ ആണ്. അതിനകത്ത് അച്ഛൻ പറയാണ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ ശരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രതികരിക്കണം. അപ്പൊ ഇന്ന് അനേകം പേര് ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ സഭയുടെ വിശ്വാസം അധിക്ഷേപിക്കുമ്പോൾ, ധ്യാന ശുശ്രൂഷകളെ നിന്ദിക്കുമ്പോൾ, വിശ്വാസം തുടച്ചു മാറ്റാനുള്ള പ്രക്രിയകൾ നടക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ആൾക്കാരെ ഇങ്ങനെ ഒരു തുടച്ചു മാറ്റുന്ന രീതിയിലുള്ള തരത്തിലുള്ള കൊലപാതക പോലത്തെ പ്രവർത്തികൾ, തീവ്രതയൊക്കെ പെരുകുമ്പോൾ ആരും അനങ്ങുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മറുവശമാണ്. ദാനിയേൽ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ വാക്യത്തിലേക്ക് പോയാൽ മതി. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പശ്ചാത്തലം നമുക്കറിയാം. സൂസന്നയെ ചതിവിൽപ്പെടുത്തി പലതരത്തിലുള്ള കെണികളിൽ വീഴിച്ച് എൻ്റെ സഹോദരങ്ങളെ സൂസന്നെ കല്ലെറിഞ്ഞ് കൊള്ളാൻ 2 ന്യായാധിപന്മാർ തീരുമാനം എടുത്തിരിക്കുകയാണ്. നിങ്ങൾ പശ്ചാത്തലം മനസ്സിലാക്കണം. അത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. എത്ര പേരെയാണ് വെറുതെ ചതിവിൽ വെറുതെ ചെളി വാരി തേച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നശിപ്പിച്ച് കളയണത്. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ സൂസന്ന നിരപരാധിയാണ് എന്നുള്ളത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. സൂസന്ന ജീവിത പങ്കാളി അവിടെ നിൽപ്പുണ്ട്. അവർ തമ്മിൽ അത്രയും കുടുംബജീവിതത്തിന് ബന്ധമുള്ളതാ. ആ ഭർത്താവിന് അറിയാം സൂസന്ന യാതൊരു അത്രയും ക്ലിയർ ആണെന്നറിയാം. സൂസന്നെ ജന്മം നൽകി വളർത്തി വരുതൊക്കെ മാതാക്കന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. ചെറുപ്പകാലം മുതൽ അവളെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന, അല്ലെ അവളെ കണ്ടുവന്ന സകല നാട്ടുകാർക്കും അറിയാം സൂസന്ന നിരപരാധിയാണ്. എന്നാൽ ജനക്കൂട്ടത്തിന്റെ നടുവിൽ എൻ്റെ സഹോദരൻ ഒച്ചയില്ലാത്ത മനുഷ്യരെ പോലെ ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. അതേസമയം കുറെ കാപാലികന്മാർ കയറുന്ന ആ ആക്രോശങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട അത്രയും ജനക്കൂട്ടത്തിന് അറിയാമായിരുന്നു ഇത് കാര്യമുള്ള ഇത് ശരിയല്ല എന്നറിയാമായിരുന്നു. പക്ഷെ ആരും മിണ്ടിയില്ല. എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ഈ ദാനിയേലിന്റെ ആത്മാവ് ചട്ടകൂട്ടഞ്ഞ് അവിടെ എഴുന്നേക്കുന്നതിന് കാരണം എന്താ? അതിന് കാരണം ആ വചനത്തിൽ തന്നെയുണ്ട്. ഒരു പ്രത്യേക കാര്യമാണ് സഹോദരങ്ങളെ. എന്താണ് അവിടെ ദാനിയേൽ സിംഹക്കുട്ടിയെ പോലെ ചട്ടകൂട്ടഞ്ഞ് എഴുന്നേക്കാൻ കാരണം? ആ വചനത്തെ എഴുതി, നിങ്ങളെ വചനത്തേക്ക് നോക്ക് സഹോദരങ്ങളെ. എന്തെന്നാൽ ആ ബാലന്റെ ആത്മാവ് പരിശുദ്ധമായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഒരാത്മാവിലെ കർത്താവിന് ഉണർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് ഇതുപോലെ തരത്തിലുള്ള പലതരത്തിലുള്ള സംഗതികൾ നടമാടുമ്പോൾ ഉണരുന്നില്ലെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആത്മശോധന ചെയ്യണം. എൻ്റെ ആത്മാവ് പ്യൂറാണോ? ആത്മാവ് പരിശുദ്ധമല്ലാത്തടത്ത് ആരും സംസാരിക്കുകയല്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പരിശുദ്ധി എന്ന് പറയുന്നത് ലൈംഗിക വിശുദ്ധി മാത്രമല്ല. വാട്ട് ഈസ് ഹോളിനെസ്? ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ഹോളിനെസ്. വിശ്വസ്തതയാണ് വിശുദ്ധി. ദൈവവചനത്തോടുള്ള വിശ്വസ്തത, സഭയോടുള്ള വിശ്വസ്തത, ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തതയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ലോകത്തിൽ പിശാച് കൊണ്ടുവരുമ്പോൾ, കർത്താവ് ഇത് അനുവദിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നത് ഒരനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും, മറ്റൊരു വാക്ക് പറഞ്ഞാൽ പരിപൂർണമായൊരു വിശ്വസ്തതയിലേക്കുമാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ദാനിയേലിനെ പോലെ അനേകം പേരെ കർത്താവ് ഉണർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. ഇന്നും കർത്താവ് ചെയ്തുകൊണ്ടാണിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നത് എഫേസ്യസ് ലേഖനം 5:14 അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക,
മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതുകൊണ്ട് ഉറങ്ങിയിരിക്കുന്നവരെ എഴുന്നേൽക്കുക. കർത്താവിന്റെ ആത്മ വിളിക്കുകയാണ്. ഉറങ്ങുന്നവർ എഴുന്നേൽക്കുക. കർത്താവിന്റെ ആത്മാ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ച മനുഷ്യരാണ് സംസാരിക്കാതിരിക്കുന്നത്, ശരിയല്ലേ? ഒന്നും സംസാരിക്കുകയല്ല, ഒന്നും പറയുകയല്ല, എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് മരിച്ചവർ നീ ഒന്ന് എഴുന്നേൽക്ക്. കർത്താവിന്റെ ആത്മാ പറയുക. തുടർന്നുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്നുള്ള വാക്യങ്ങൾക്ക് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെയാകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. 16-ാമത്തെ വാക്യം പറയും, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളുടെ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവിൻ. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ തിന്മയുടെ ദിനങ്ങളിൽ, ഈ നാളുകളിൽ എങ്ങനെയാണ് നമ്മുടെ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് എഫേസസ് ലേഖനത്തിൽ തന്നെ. ഇപ്പൊ നമ്മൾ വായിച്ച 14 ആണെങ്കിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അന്ധകാരത്തിന്റെ നിഷ്പ്രയോജനകരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തണം. ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്ന് പറയണം, കുറ്റപ്പെടണം. അങ്ങനെ തന്നെ വചനപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം ചോദിച്ചാണ് സഹോദരൻ, ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ അതിന് സപ്പോർട്ടാണ്, അല്ലേ? പണ്ട് മൗന സമ്മതം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായം പറയാനില്ലെങ്കിൽ ഞാൻ അതിന് സപ്പോർട്ടാന്നല്ലേ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ മനസാക്ഷിക്കുള്ളിൽ എത്രയോ പ്രാവശ്യം സംസാരിക്കുന്ന പ്രചോദനം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മനസാക്ഷിയിൽ ഇത് ശരിയല്ല എന്നുള്ള സ്വരം കേട്ടിട്ട് അത് ചെയ്യാതിരിക്കുന്ന പാപമാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ CCSE 162-ാമത്തെ ഖണ്ഡിക ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. നമുക്ക് വായിക്കാം. ദൈവം മനുഷ്യന് നൽകുന്ന സൗജന്യമായ ഒരു ദാനമാണ് വിശ്വാസം. അമൂല്യമായ ഈ ദൈവദാനം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനെ ഉത്ബോധിപ്പിക്കുന്നു. വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പൊരുതുക. മനസാക്ഷിയുടെ സ്വരം നിരസിച്ചതിനാൽ ചിലരുടെ വിശ്വാസ നൗക തകർന്നു പോയിട്ടുണ്ട്. വിശ്വാസത്തിൽ ജീവിക്കുവാനും വളരുവാനും അന്ത്യം വരെ ഉറച്ചു നിൽക്കുവാനും ദൈവവചനം കൊണ്ട് നാം അതിനെ പരിപോഷിപ്പിക്കണം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് നാം യാചിക്കണം. വിശ്വാസം സ്നേഹത്തിൽ പ്രവർത്തന നിരതമാകണം, പ്രത്യാശയിൽ നിലനിർത്തപ്പെടണം, സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം. ഇപ്പൊ തിമോത്തിയോസ് പറയുന്ന കാര്യം പറയാണ്, നിന്റെ മനസാക്ഷിയിൽ പല പ്രാവശ്യം ഈ സ്വരം കേട്ടിട്ട് അതിനെ അടക്കി നിർത്തിയാൽ വിശ്വാസം നൗക നിന്റെ മാത്രമല്ല, നിന്റെ ചുറ്റുമുള്ളവരുടെ മാത്രമല്ല, സഭയുടെ വിശ്വാസം നൗക തകർന്നു പോകും. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിന്റെ വചനത്തെ ശക്തമായിട്ട് പ്രഘോഷിക്കുന്നവർ ഇങ്ങനെ പറയുമ്പോൾ അതൊരു മനസാക്ഷി കിടക്കുന്ന ഒരു സ്വരമാണ്, അതൊരു ആത്മാവിന്റെ സ്വരമാണത്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ് സഹോദരങ്ങളെ, വിശുദ്ധിയോട് കൂടിയുള്ള ദാനിയേലുമാർ എഴുന്നേൽക്കുമ്പോ ഈ പറയുന്ന ശത്രു രാജാക്കന്മാർ തകർത്ത് കളയും. പ്രിയപ്പെട്ട വിശുദ്ധിയോടെയുള്ള ദാനിയേലുമാർ എഴുന്നേൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രു രാജാക്കന്മാരുടെ തല തകരുമെന്ന് തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. മഹാമാരികൾ ഒഴിഞ്ഞു പോകുന്നതാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വിജയം വരിക്കാൻ വേണ്ടി ബൈബിൾ നൽകുന്ന രണ്ടാമത്തെ കാര്യം നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഭയപ്പെടരുത്, വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. ഇത് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടരുത്, വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഈ പഴയ നിയമത്തിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അല്ലെ ശത്രു രാജാക്കൾ അമലേക്കനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ എടുത്തു വെക്കുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നത് എന്താ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിശാചും ദൈവജനവും തമ്മിലുള്ള യുദ്ധമാണ്. ഇവിടെ രണ്ട് സ്ഥലത്തും
പഴയ നിയമത്തിലെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ കാര്യത്തിലും പുതിയ നിയമത്തിലെ പിശാചും ദൈവത്തിന്റെ മനുഷ്യരും തമ്മിലുള്ള യുദ്ധത്തിന്റെ സ്ഥലത്തും വചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഭയപ്പെടരുത്, ഭയപ്പെടരുത്, വിജയം കർത്താവിന്റെ കരങ്ങളിലാണ് എന്നുള്ളതാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എപ്പോഴാണ് നമുക്ക് ഭയം വരുന്നത്? വിജയം ഉറപ്പില്ലാത്തടത്താണ് ഭയം. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഞാൻ എല്ലാം എഴുതിയില്ലല്ലോ, ഞാൻ തോക്കാനാണ് സാധ്യത, അല്ലെന്നുണ്ടെങ്കിൽ അവൻ എല്ലാ പരീക്ഷയും എല്ലാ ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയവന് പേടിയില്ല. അപ്പൊ വിജയം ഉറപ്പില്ലാത്തടത്താണ് ഭയം വരുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്തടത്ത്, അല്ല എങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ശക്തിയില്ല, എനിക്ക് ശക്തിയില്ല എന്നൊരു തോന്നലുള്ളിടത്ത് ഭയം വരും. അവൻ എന്നെ കീഴ്പ്പെടുത്തി കളയും, എനിക്കൊരു ശക്തിയില്ല എന്ന തോന്നൽ വന്ന ഭയം വരും. മറ്റൊരു വാക്കിൽ പറഞ്ഞ ബൈബിൾ വചനപ്രകാരം ദൈവാശ്രയം എപ്പോ കുറയുന്ന അവിടെ ഭയം വരും. എന്നാൽ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് എപ്പോഴും ഭയപ്പെടരുത്, കർത്താവ് പറയുന്ന വാക്കാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വചനബന്ധിതമായിട്ട് പഠിക്കാം. എഫേസസ് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിന്റെ ശക്തിയിലാണ് ക്രൈസ്തവർ തങ്ങളുടെ ബലം കണ്ടെത്തേണ്ടത്. കർത്താവിന്റെ ശക്തിയിലാണ് ക്രൈസ്തവർ തങ്ങളുടെ ബലം കണ്ടെത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലം കർത്താവാണ്, സൈന്യബലമല്ല, ഒന്നുമല്ല, കർത്താവിനാ. നമ്മുടെ ശത്രു ആരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ശത്രു വളരെ ക്ലിയർ ആയിട്ട് ആരാണ് എന്നുള്ള വചനത്തിൽ പഠിപ്പിച്ചിരിക്കുക. 13-ാമത്തെ വാക്യം പറയാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം വരിക്കാനും പിടിച്ചു നിൽക്കാനും പറ്റും, ഉറപ്പിച്ച വചനം പറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ആയുധങ്ങളും ധരിച്ച തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറി പിടിച്ചു നിൽക്കാൻ അങ്ങ് നിങ്ങൾക്ക് സാധിക്കും. വിജയം ഉറപ്പ്, വിജയം ഉറപ്പ് വചനം പഠിപ്പിക്കുക. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ എന്റെ സഹോദരങ്ങൾ ഇതുപോലത്തെയുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ പഴയ നിയമ ജനതയോട് കർത്താവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത്. എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം. അവൻ ഇപ്രകാരം പറയട്ടെ: ഇസ്രായേലെ കേൾക്കുക, ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ്. ദുർബല ഹൃദയരാകരുത്. അവരുടെ മുൻപിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. അപ്പൊ ദൈവജനത്തെ നേതൃത്വം ശക്തിപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട, നിങ്ങൾ ഭയപ്പെടരുത്, പരിമർപ്പിക്കരുത്, കാരണം കർത്താവാണ് വിജയം നേടിത്തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ വിജയം തരുന്ന കർത്താവാണ്. പുതിയ നിയമത്തിൽ പിശാചുമായുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ പിശാചിന്റെ പ്രവർത്തികളുമായിട്ട് നടക്കുന്ന മനുഷ്യരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ദൈവമാണ് വിജയം തരുന്നത്. അതിന്റെ മാർഗ്ഗങ്ങൾ വെച്ച് നമ്മൾ തുറന്ന് കാണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കബാരുടെ പുസ്തകത്തിൽ 1 മക്കബാർ 3-ാമത്തെ അധ്യായത്തിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു: ഇത്ര ബൃഹത്തും ശക്തവുമായ ഒരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ചു പേർ മാത്രമുള്ള നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും? ഇന്ന് ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു. അവൻ പറഞ്ഞു:
അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. യുദ്ധത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ സൈന്യത്തിന്റെ ബലത്തെ ആശ്രയിച്ചല്ല, യുദ്ധ പടക്കോപ്പുകളെ ആശ്രയിച്ചല്ല, പിന്നെ കർത്താവാണ്, കർത്താവിന്റെ ബലം, കർത്താവിന്റെ ശക്തി. അതുകൊണ്ടാണ് പൊതുവെ വന്ന് കർത്താവിൽ ബലപ്പെടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യൂദത്തിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം അവിടെ ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. അസിറിയരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു, കുതിരകളാലും കുതിരക്കാരാലും അവർ പ്രബലരായിരിക്കുന്നു. കാലാൾപ്പടയുടെ ശക്തിയിൽ അവർ അഹങ്കരിക്കുന്നു. പരിച, കുന്തം, വില്ല്, കവിണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു. അവിടുന്നാണ് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. കർത്താവെന്നത്രേ അവിടുത്തെ നാമം. കണ്ടോ എന്റെ സഹോദരങ്ങളെ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തകർത്ത് കളയുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. എന്നാൽ ശത്രുക്കൾ ഇത് അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശയ്യാ പ്രവചനം 49-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യം അവിടെ വചനം പഠിപ്പിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശ്വാസത്തെ നശിപ്പിക്കാൻ വേണ്ടി പോരാടുന്നവരോട് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുമ്പോൾ, നമ്മുടെ നിലവിളി ഉയരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കർത്താവ് പോരാടുമെന്ന വചനം അക്കമിട്ട് ഉറപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭീരുത്വം പാടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിജയം ഉറപ്പില്ലാത്തടത്താണ് ഇവിടെ വിജയം ഉറപ്പാണ്, കർത്താവല്ലേ പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 450-ാമത്തെ ഖണ്ഡികയിൽ ഞാൻ ഒരു കാര്യം വായിച്ചു ഓർക്കുന്നുണ്ട്. എവിടെയാണ് പിശാച് വാസം ഉറപ്പിക്കുന്നത് എന്നതിന് ഒരു ഉത്തരം പറഞ്ഞിരിക്കുന്നത്, ഭീരുത്വം ഉള്ളിടത്താണ് പിശാച് വാസം ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാ സെമിനാരിലൊക്കെ പഠിച്ചപ്പോൾ ഞാൻ ഓർക്കാണ്, ഫിയർ ഈസ് ഈവിൾ എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയണമെന്ന പഴയ നിയമം പുതിയ ഒരുപോലെ പഠിപ്പിക്കും, ഭയപ്പെടരുത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായ്ക്ക് ഇതേപോലെയുള്ള വളരെ ശക്തമായ പ്രതിസന്ധികൾ ഉണ്ടായി. അങ്ങനത്തെ പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ മനസ്സ് ഒന്ന് ചഞ്ചലപ്പെട്ടപ്പോൾ രാത്രി സ്വപ്നത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട പൗലോസിനായിട്ട് പറഞ്ഞെന്താണെന്നറിയാവോ? അതാണ് അപ്പസ്തോല പ്രവർത്തനം 18-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. പൗലോസ് പറയാ, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്താ പറയാൻ കാരണം ഭയം നമ്മളെ നിശബ്ദരാക്കി കളയും. ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടിയല്ല, ഭയം വന്നാൽ പിന്നെ പ്രതികരിക്കുകയല്ല, ഭയം നിന്നെ നിശബ്ദനാക്കി കളയാൻ സാധ്യതയുണ്ട്. അതിന് പറയാ, പൗലോസേ നീ ഭയപ്പെടാതെ നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അപ്പസ്തോല പ്രവർത്തകൻ 4-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അവര് പ്രാർത്ഥിച്ചത് കർത്താവെ ധൈര്യത്തിന് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥന. ഭൂമിയുടെ അടിത്തറ കുലുങ്ങുമാറ് അവരൊരു സ്തുതിപ്പ് നടത്തി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരൻ, എനിക്കൊരു കാര്യം പറയും, ഇന്ന് അനേകം പേരെ നിശബ്ദരായിരിക്കാനുള്ള ഒരു കാരണം ഭയമാണ്, അല്ലേ? ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നുള്ള ഭയം, ചില സഖ്യങ്ങൾ വിട്ടുപോകുന്നുള്ള ഭയം. എന്റെ പ്രിയപ്പെട്ട ആര് ധൈര്യപൂർവ്വം ഇറങ്ങത്തിരിക്കുന്ന അവരുടെ കർത്താവ് നിൽക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ആ അരിമത്യാക്കാരൻ ജോസഫിന്റെ കാര്യം ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. യേശുവിന്റെ കുരിശുമരണം കഴിഞ്ഞിട്ട് അത്രയും പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ അരിമത്യാക്കാരൻ ജോസഫ് ധൈര്യമായി, ആ വാക്കുകൾ പറഞ്ഞ അരിമത്യാക്കാരൻ ജോസഫ് എന്ന ധൈര്യപൂർവ്വം പീലാത്തോസിനോട് ഈശോയുടെ ശരീരം ചോദിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ധൈര്യപൂർവ്വം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അനങ്ങാതിരിക്കുന്നതാണ് അതിനൊരു കാരണമെന്ന് പറയും. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, വിശുദ്ധി, വിശ്വസ്തത, അതിൻ്റെ കുറവ്. രണ്ടാമത്തെ കാരണം ഭയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പല ഭയവും നമ്മളെ പുറകോട്ട് വലിച്ചു. അതുകൊണ്ടാണ് കർത്താവ്, നീ ഭയപ്പെടരുത്, വിജയം നിനക്കാണ്.
Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ബൈബിൾ വചനപ്രകാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പൊരുതി കയറേണ്ടത് എന്ന് നമ്മൾ പഠിക്കാൻ പോകും. എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പൊരുതി കയറേണ്ടത്? Praise the Lord. Praise the Lord. അത് നമ്മൾ വായിക്കുന്ന പുതിയ നിയമത്തിലാണ്. 2 കൊരിന്തോസ് 10-ാമത്തെ അധ്യായത്തിൽ 2 കൊരിന്തോസ് 10-ാമത്തെ അധ്യായത്തിൽ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദധ്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വളരെ സുന്ദരമായ ഒരു വചനമാണ്. ഞങ്ങൾ ജീവിക്കുന്ന ശരീരത്തിലെ ജഡത്തിലാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ നടത്തുന്ന ജഡിക പോരാട്ടമല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം നടത്തുന്ന ബോംബും ഈ ലോകം നടത്തുന്ന മെഷീൻ ഗണ്ണും വെച്ചുള്ളൊരു പോരാട്ടം അല്ല നടത്തുന്നത്. എന്നിട്ട് പറയുന്നതാണ് ഞങ്ങളുടെ സമരായുധങ്ങൾ വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സമരായുധങ്ങളും സഭയുടെ സമരായുധങ്ങളും രണ്ടും രണ്ടാണ്. എന്നാൽ ഈ സമരായുധങ്ങൾ പഠിപ്പിക്കുന്ന ഈ സമരായുധങ്ങളുടെ പ്രത്യേകത, ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ അവ യേശു ക്രിസ്തുവിൽ ശക്തമാണ് എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിനെതിരായിട്ടുള്ള വിശ്വാസത്തിനെതിരായിട്ടുള്ള സകല വാദമുഖങ്ങളെ തകർത്ത് കളയാൻ അത് ക്രിസ്തുവിൽ പര്യാപ്തമാണ് എന്ന് മാത്രമല്ല, ഇതുപോലത്തെയുള്ള ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ വിശ്വാസത്തിനെതിരെ വരുമ്പോൾ, നിരീശ്വര ചിന്തയുടെ രൂപത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ അടയാളങ്ങളെയൊക്കെ നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം വരുമ്പോൾ, അങ്ങനത്തെയുള്ള ചിന്താഗതികൾ ചിലപ്പോൾ സാധാരണ മനുഷ്യരെ പോലും കീഴ്പ്പെടുത്തും. അങ്ങനത്തെയുള്ള ചിന്തകളെ കീഴ്പ്പെടുത്താൻ തക്ക വിധമുള്ള സമരായുധങ്ങളാണ് കർത്താവ് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ. കർത്താവ് നൽകുന്ന രീതി അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് യേശുവിന് സഭയ്ക്കും അതിന്റെ വാദമുകൾ തകർത്ത് കളയാം. നമുക്കതിന് കർത്താവിന്റെ നാമത്തിൽ ശക്തിയുണ്ട് സഹോദരങ്ങളെ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതെന്തൊക്കെയാന്ന് ഓരോന്നോരോ നമ്മൾ അക്കം വിട്ട് പഠിക്കാൻ വേണ്ടി പോകണം. എഫേസുസ് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പോ കർത്താവിന്റെ ഒരു പടയാളെ പൊരുതാൻ എടുക്കുന്ന രീതിയെ കുറിച്ച് വചനം പഠിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം എന്താ? സത്യം കൊണ്ട് അരമുറുക്കണം. സത്യം കൊണ്ട് അരമുറുക്കണം. ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിലുള്ള യുദ്ധത്തിൽ അരമുറുക്കുമെന്ന് പറയും. അരമുറുക്ക് ധീരരായിട്ട് നിൽക്കുക, ശുശ്രൂഷയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുക, യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുവിൻ. 1 മക്കബായർ 3:58. 1 മക്കബായർ 3:58. യൂദാസ് പറഞ്ഞു, അരമുറുക്കി ധീരരായി നിൽക്കുവിൻ. അരമുറുക്കി ധീരരായിട്ട് നിൽക്കുവിൻ പറഞ്ഞു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പൊരുതാൻ വേണ്ടി തന്നെ നിൽക്കും. അരമുറുക്ക് ധീരരായിട്ട് നിൽക്കുവിൻ എന്ന് പറഞ്ഞ്, എന്നാൽ പുതിയത് പറയാണ്, ഈ അരമുറുക്കേണ്ടത് സത്യം കൊണ്ടാണ് അരമുറുക്കേണ്ടത്. എങ്ങനെ അരമുറുക്കണം? സത്യം കൊണ്ട് അരമുറുക്കണം. അതിന്റെ അർത്ഥം എന്താ? ഈ സത്യം കൊണ്ട് അരമുറുക്കൽ ഒരു കാര്യമുണ്ട്. എന്നാ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു പൊരുതൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വചനത്തിലുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലാണ്. സത്യസന്ധമായി പെരുമാറുന്നവന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ്. സത്യസന്ധമായി പെരുമാറുന്നവന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ്. നീ സത്യം കൊണ്ട് അരമുറുക്കി സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ കോട്ട കർത്താവാണ്. സഭയുടെ കോട്ട കർത്താവാണ്. വിശ്വാസത്തിന്റെ കോട്ട കർത്താവാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. അപ്പൊ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതുമെന്ന് വചനം പഠിപ്പിക്കുക. എവിടെയാ? പ്രഭാഷകൻ 4:28. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ്
നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. അപ്പൊ പുതിയ നിയമത്തെ സത്യം കൊണ്ട് അരമുറക്കണമെന്ന് പറയാൻ കാരണം എന്താ? നീ സത്യം കൊണ്ട് അരമുറക്കിയ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. ഹല്ലേലൂയാ. ഹല്ലേലൂയ. തങ്ങൾ തകർക്കുന്നത് കർത്താവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വിജയം നേടിത്തരുന്ന കർത്താവാണ് സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ പറഞ്ഞ ചോദ്യം വരും, എന്താണ് ഈ സത്യം? എന്താണ് ഈ സത്യം കൊണ്ട് അരമുറക്കാന്ന് പറഞ്ഞാൽ വചനം പഠിക്കാൻ നമുക്ക് സഹോദരങ്ങൾ. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? എന്താണ് സത്യം? യോഹന്നാൻ 17:17 മറുപടി കിടക്കുന്നുണ്ട്. ഈശോ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ എന്താണ് സത്യം? അവിടുത്തെ വചനമാണ് വചനം കൊണ്ട് നീ അരമുറക്കണം. വചനം കൊണ്ട് നീ അരമുറക്കാൻ തുടങ്ങിയാൽ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. മരിക്കേണ്ടി വന്നാലും വചനം കൈവടിയരുത്, മരിക്കേണ്ടി വന്നാലും സത്യം കൈവടിയരുത്, മരിക്കേണ്ടി വന്നാലും വചനം വിടരുത്, മരിക്കേണ്ടി വന്നാലും അടുവിടെ വ്യത്യാസം ഇല്ലാത്ത നിലനിൽക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം വചനബദ്ധിതമായ ഒരു ജീവൻ നയിക്കുന്നത്, വചനത്തിൽ ചലിക്കുന്നത് ഒരു വിശ്വാസി എപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിന്റെ പോരാട്ടത്തിനുള്ള ഒരുക്കമാണത്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അടുത്ത സംഗതി എന്താ? നീതിയുടെ കവചം ധരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്താണ് നീതിയുടെ കവചം എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ ബൈബിളിലെ നീതിമാൻ എന്ന് പറയുന്ന ആരാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ചെയ്യേണ്ട കടമ മാത്രം ചെയ്യുന്നവനല്ല, മറിച്ച് ചെയ്യേണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവനാണ് ബൈബിളിലെ നീതിമാൻ. അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുള്ളത് ചെയ്യുന്നതും നീതി പ്രവർത്തിക്കുന്നതും അടിസ്ഥാനപരമായി നിനക്ക് സുരക്ഷിതത്വം തരുമെന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. പറയാ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ സംഗതി എന്താ സഹോദരങ്ങളെ? സമാധാനത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്ന പാദരക്ഷകളാണ്. അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് തന്നെ തിന്മയുടെ ശക്തികളെ ചെറുക്കാനുള്ള മാർഗമാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇതിന്റെ അടിസ്ഥാനപരമായ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷ പ്രഘോഷണമാണ് ഓരോ വിശ്വാസം അടിസ്ഥാനപര ധർമ്മം. അതിനുവേണ്ടി നീ ഒരുങ്ങുന്നത് തന്നെ നിനക്ക് തിന്മയെ ചെറുക്കാനുള്ള സംഗതിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇനി അതിനുശേഷം പറയുന്ന രണ്ട് കാര്യങ്ങൾക്ക് ശേഷം പറയുന്ന സംഗതിയാണ് ആത്മാവിന്റെ വാള്, വചനമാകുന്ന വാള്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന ഏക സംഗതി എന്ന് പറഞ്ഞ എന്താ? ഈ വാള് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ഈ പാദരക്ഷയോ അല്ലെന്നുണ്ടെങ്കിൽ പടത്തപ്പ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ശത്രുവിനെ മുറിവേൽപ്പിക്കുന്ന ഏക സംഗതി എന്ന് പറയുന്നത് എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ വചനമാകുന്ന വാളാണ്. എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, ശത്രുവിന്റെ കോട്ടകളെ തകർക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തണമെന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അങ്ങനെയാകുമ്പോൾ ശത്രു തകർന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണങ്ങൾക്കെതിരെ ഇത്രമാത്രം ആക്രമണം പിശാച് ഒരുക്കി വിടുന്നത്? പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, സഭ ദുർബലപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് മെത്രാന്മാരാണെങ്കിലും വൈദികരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ശക്തമായ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലെ 144 സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? യുദ്ധം ചെയ്യാൻ കൈകളെയും പടപൊരുതാൻ വിരലുകളെ പരിശീലിപ്പിച്ചെന്ന് തന്നെ അതിന്റെ അർത്ഥം എന്താ? വചനമാകുന്ന വാളെടുക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? നീ ഫേസ്ബുക്കിൽ എഴുതാൻ പഠിക്കണം. 144 സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എന്റെ കൈകളെയും പടപൊരുതാൻ എന്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. യുദ്ധം ചെയ്യാൻ എന്റെ കൈകളെയും പടപൊരുതാൻ വിരലുകളെയും പരിശീലിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിച്ചാലോ? വചനമാകുന്ന വാളെടുത്ത് പരിശീലനം നടത്തണം. വചനമാകുന്ന സംഗതി എടുത്ത് നീ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എന്ന് മാത്രമല്ല, നീ ആയിരിക്കുന്ന സാഹചര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ള പരിശീലനം, ഈ വാള് കൊണ്ടുള്ള പരിശീലനം നേടണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം തരുന്ന സംഗതിയാണ് രക്ഷയുടെ പടത്തൊപ്പി. അതെല്ലാം വചനം പഠിപ്പിക്കുന്നത്. യുദ്ധ ദിവസം അവിടുന്ന് തന്നെ രക്ഷയുടെ പടത്തൊപ്പി അണിയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഈ ലോകത്തിൽ എല്ലാ തിന്മകളിൽ നിന്ന് നിനക്ക് സുരക്ഷിതത്വം കിട്ടി നിന്നെ കർത്താവ് രക്ഷിക്കുമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. വിശ്വാസത്തിന്റെ പരിച എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഈ ലോകത്തിൽ വിശ്വാസത്തിനെതിരെയുള്ള ഒരുപാട് സംഗതികൾ വരുമ്പോൾ അത് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ തക്ക വിധം
സാത്താന്റെ നുണ ആയുധങ്ങൾ, നുണ അസ്ത്രങ്ങൾ വരുമ്പോൾ ഈ വിശ്വാസത്തിന്റെ പരിചയം കൊണ്ട് എതിർക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ഇത്രയും കാര്യങ്ങൾ നീ ചെയ്ത് വേണം ഒരുങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്ലീഹ അവസാനം പറയുന്ന കാര്യം എന്നറിയാവോ? ഇതെല്ലാം നടക്കണം, നീ ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഉയർത്തിക്കൊണ്ടിരിക്കണം. അതാണ് അടുത്ത വാക്യം. അത് നമ്മൾ വായിക്കുന്നത് എഫേസസ് 6:18 നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശ്ലീഹ പറയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശ്ലീഹ പറഞ്ഞ് മുട്ടിക്കുകയാണ്. എന്താണെന്നറിയാവോ? നിങ്ങൾ ഉണർന്ന് എല്ലാ സദാസമയം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന നിരതരായിരിക്കുവൻ. അവിശ്രാന്തം എല്ലാ വിശുദ്ധർക്കും വേണ്ടി എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവൻ. അതിന്റെ അർത്ഥം എന്താ? എന്റെ പ്രിയപ്പെട്ട സഭയിലെ സകല വിശ്വാസികൾക്കും വേണ്ടി ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തണമെന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. എങ്കിലേ യുദ്ധം വിജയിക്കുകയുള്ളൂ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സകല വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ശ്രീക പറയുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി എങ്ങനെയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോവാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു. മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു. എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി. തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്തത് ഞാൻ അങ്ങയുടെ ദാസൻ എന്ന് തെളിയിച്ചു. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസരിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. മൃതദേഹങ്ങൾ ഒന്നിനുമേലൊന്നായി കുന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട് ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു. അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു. 4 രത്നനിരകളും പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ മേൽ വലിയ മഹാമാരി പടർന്ന് പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെ അങ്ങ് അവസാനിപ്പിച്ചു എന്നാ പറയുന്നത്. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. അഹറോൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എങ്ങനെയാണ് അഹറോൻ ഇത് അവസാനിപ്പിച്ചെന്ന് പറയുന്നത്? കായബലത്താൽ അല്ലായിരുന്നു. അത് അവസാനിപ്പിച്ചത് ആയുധ ബലത്തല്ല, സൈന്യ ബലത്താൽ അല്ലായിരുന്നു. അതാണ് പറഞ്ഞത് സഭയുടെ സമരായുധങ്ങളും ലോകത്തിന്റെ സമരായുധങ്ങളും രണ്ടും രണ്ടാണെന്ന് മുമ്പേ പറഞ്ഞതിന് കാരണം അതാ. പിന്നെ എങ്ങനെ അത് അവസാനിപ്പിച്ചത്? അതിനെ പഠിപ്പിക്കുകയാണ്. ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും ധൂപാർച്ചനയും കയ്യിലെടുത്ത് അവസാനിപ്പിച്ച സഹോദരങ്ങളെ. അതുകൊണ്ട് കോവിഡ് പോലെയുള്ള അല്ലെങ്കിൽ ദൈവജനത്തിന് മഹാമാരി വരുമ്പോഴും വലിയ ശത്രുക്കളെ ആക്രമണമാകുന്ന മഹാമാരി വരുമ്പോഴും പ്രാർത്ഥനയാകുന്ന പരിചയം എടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് നിന്റെ പ്രാർത്ഥന ദൈവജനത്തിന് പരിചയാകണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ദൈവജനത്തിന് പരിചയാകണം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടോ, ദൈവത്തിന്റെ ഇടപെടൽ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. ഇതേ കാര്യം തന്നെ മറ്റൊരർത്ഥം മക്കബായരുടെ പുസ്തകത്തെ രേഖപ്പെടുത്തുന്നുണ്ട്. 1 മക്കബായർ 2-ാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യൂദായിലും ജെറുസലേമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്യാസ് വിലപിച്ചു. കഷ്ടം, ഞാൻ എന്തിനു ജനിച്ചു? എൻ്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ? ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വയ്ക്കപ്പെടുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെ ഇരിക്കാനോ? അവളുടെ ദേവാലയം മഹത്വമറ്റവനെ പോലെ ആയിരിക്കുന്നു. അവളുടെ വിശിഷ്ടപാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അവളുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വച്ച് വധിക്കപ്പെട്ടു. യുവാക്കൾ ശത്രുക്കളുടെ വാളിന് ഇരയായി.
അവളുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും അവളെ കൊള്ളയടിക്കുകയും ചെയ്യാത്ത ഏതു രാജ്യമുണ്ട്? അവളുടെ ആടയാഭരണങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ അവൾ സ്വതന്ത്രയല്ല, അടിമയാണ്. നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിജാതീയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു. നാം ഇനി എന്തിനു ജീവിക്കുന്നു? മത്താത്യാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കുടുത്ത് ഏറെ വിലപിച്ചു. മത്താത്യാസം പുത്രന്മാരെ വസ്ത്രം കീറി ചാക്കൊടുത്ത് ചാരം പൂശി ഏറെ വിലപിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞു വരുന്ന ചുരുക്കം. എന്ന് പറഞ്ഞ് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന പോലെ ദൈവദോഷങ്ങളല്ലേ അതിൽ വായിച്ചു കേട്ടത്. യൂദയായാലും ജെറുസലേമിലും ദൈവദോഷം നടമാടി. ഇന്നും ഒരുപാട് തരത്തിലുള്ള ദൈവദോഷങ്ങൾ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കി എന്ന് പറഞ്ഞ ഹഗ്ഗിയ സോഫിയ പോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. യുവാക്കളെ വാളിനിരയാക്കി, കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെയല്ലേ വായിച്ചു കേട്ടത് ഇപ്പോഴും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് അവർ ചെയ്ത കാര്യം എന്നറിയാവോ? ഈ പ്രാർത്ഥനയാകുന്ന പരിചയം അങ്ങോട്ട് എടുത്തു. അവര് വസ്ത്രം കയറി ചാക്കൂട്ടത്ത് ചങ്ക് പൊട്ടി കരഞ്ഞ് നൊറോളിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ശക്തി ഇടപെട്ടില്ല സഹോദരങ്ങളെ. പറഞ്ഞ ഹല്ലേലൂയാ. ഏത് രീതി പ്രാർത്ഥിക്കണം? നീ വിലപിച്ച് അപേക്ഷിക്കണം, കരഞ്ഞ് നിലവിളിക്കണം. നെഹമ്യായുടെ പുസ്തകത്തിലുണ്ട്. നെഹമ്യായുടെ പുസ്തകത്തിൽ 1:4 വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ ജെറുസലേമിന്റെ കോട്ടകൾ തകർന്ന് നഗരം അഗ്നിക്കിരയായി, കവാടങ്ങൾ തകർക്കപ്പെട്ടു. ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കിടക്കുമ്പോൾ നെഹമ്യാ ചെയ്ത കാര്യം എന്നറിയാമോ? നെഹമ്യാ നിലത്തോട്ടിരുന്ന് ദിവസങ്ങളോളം കരഞ്ഞ് വിലപിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചെന്ന് വചനം വെളിപ്പെടുക. അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഹല്ലേലൂയാ. വാസ്തവത്തിൽ വിലപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മത്തായി 5:4 നമ്മൾ പഠിച്ച പോലെ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് കരയുന്ന മാത്രമല്ല എന്റെ സഹോദരങ്ങളെ, തകർന്നു പോകുന്ന ദൈവജനത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് കരയുന്നതാണ് വിലാപം. സന്യാസ സഭകളുടെ ആരംഭത്തെ കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈജിപ്ഷ്യൻ മരുഭൂമികളിലെ ഗുഹകളിലെ സന്യാസഭകൾ രൂപം കൊള്ളുമ്പോൾ ഒരു സന്യാസഭത്തിന്റെ പേരാണ് വിലാപത്തിന്റെ സന്യാസികൾ. അവരെ കുറിച്ച് എന്താ പറയുന്നറിയോ? ഈ ലോകത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടമാന്ന് കാണുമ്പോൾ അവർ കരഞ്ഞ നൊറോളിച്ച് കർത്താവ് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അവരെ ഭാഗ്യവാന്മാരെന്നാണ് വചനം വിളിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 17 മോശയുടെ കരങ്ങൾ ഉയർന്നപ്പോൾ ദൈവജനം വിജയം വരിച്ച ചരിത്രം ഓർക്കുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. യഹൂദ ജനതയ്ക്ക് ഇതുപോലത്തെയുള്ള യഹൂദ ജനതയ്ക്കുള്ള ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്ന് അവര് ചങ്ക് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവശക്തി ഇടപെട്ട്. ആദിമ സഭയുടെ ചരിത്രം പഠിക്കുക. അന്ന് ഇതിനേക്കാൾ രൂക്ഷമായ വിപ്ലവങ്ങൾ സഭയെ നശിപ്പിക്കാൻ ഉണ്ടായ കാലഘട്ടത്തില് അന്ന് പത്രോസിനെ പൗലോസിനെ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവര് ചങ്ക് പറഞ്ഞ് ഭൂമിയുടെ അടിത്തറ കുലുങ്ങുമാറ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയില്ലേ? പഴയ നിയമത്തിന്റെ ചരിത്രം മാത്രമല്ല ഇത്. വലിയ അധികാരത്തിന്റെ നെഗളത്തിൽ ഇരുന്നിരുന്ന ആ ഹെരോദേസ് രാജാവിനെ അടിച്ചു വീഴ്ത്തിയ ദൈവദൂതൻ തന്നെയല്ലേ ഇത്? പഴയ നിയമത്തിലുള്ള ചരിത്രമല്ല, പുതിയ നിയമത്തിന്റെ ചരിത്രം അത് തന്നെയാണ്. വീണ്ടും സഭയിൽ ഓരോ പ്രതിസന്ധി ഉണ്ടായപ്പോ ക്ലൂണി എന്ന് പറയുന്ന കോൺഗ്രേഷൻ 30ഓളം വരുന്ന സന്യസ്തര് 3 മാസക്കാലം തുടർച്ചയായിട്ട് ഉപവാസം എടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ദൈവശക്തി വ്യാപരിച്ച ചരിത്രം നമ്മൾ മറക്കരുത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ. പറയാം ഹല്ലേലൂയാ. പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ വായിക്കുന്നത് 1 മക്കബായർ 3:47. അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു. അന്ന് അവർ വസ്ത്രം കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് അനുതാപം മാനസാന്തരം എന്നും കൂടി അർത്ഥമുണ്ട്. അവർ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. പറയാം ഹല്ലേലൂയാ. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം ആദ്യം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിന് ശക്തി വ്യാപരിക്കുകയല്ലേ? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതുപോലെ പ്രതിസന്ധികൾ എങ്ങനെയാ പ്രാർത്ഥന ഉയർത്തുക? പ്രാർത്ഥനാ കേന്ദ്രത്തിരുന്ന സ്തുതിപ്പുകളുടെ ആരവങ്ങൾ അവർ ഉയർത്തിയെന്നല്ല വചനം പഠിപ്പിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്ന സംഖ്യയുടെ പുസ്തകത്തിലാണ്.
സംഖ്യയുടെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ വാക്യം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാഹധ്വനി മുഴക്കണം എന്ന് പറഞ്ഞാൽ വലിയ സ്തുതിപ്പുകളുടെ ആരവത്തോടെ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് വചനത്തിന്റെ സൂചന. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ വലിയ സ്തുതിപ്പുകളുടെ ആരവത്തോടെ പ്രാർത്ഥിച്ചില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഹല്ലേലൂയാ, ഹല്ലേലൂയ. പുസ്തകത്തെ കാണുന്ന 3:46 അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് അവസാനത്തെ പറയാണ്, അവർ 46 അവർ വലിയ കാഹള ധ്വനികൾ മുഴക്കി, ദൈവത്തിന്റെ ശക്തി ഇറങ്ങി. Praise the Lord. Praise the Lord. 2 നിലവൃത്താന്ത 20-ാമത്തെ അധ്യായം വായിക്കുന്നുണ്ട്. എന്റെ സഹോദരൻ, കർത്താവിനെ കഥഞ്ഞതി അർപ്പിക്കുക എന്ന് പറഞ്ഞ ഗാനം ആലപിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ തമ്മിൽ അടിച്ച് തകർന്ന ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ ചെയ്ത 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് വാഗ്ദാന പേടകം കൈവശമിട്ടുകൊണ്ട് പോകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുമ്പേ നമ്മൾ വായിച്ച ആ അഹറോൻ പിന്നെ പ്രാർത്ഥനയാകുന്ന പരിചയം ധൂപാർച്ചനയും കയ്യിലെടുത്തു എന്ന് പറയുന്നില്ലേ? പഴയ നിയമത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ധൂപാർച്ചന, ഈ പാപപരിഹാര ബലിയാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു അർപ്പിച്ച ബലി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, ഈ വാഗ്ദാനപ്പെട്ട കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായ ബലിയർപ്പണങ്ങൾ, നിരന്തരമായ ആരാധനകൾ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിമന്യ ആലഞ്ചേരി പിതാവ്, വൈദികർ എല്ലാവരും ഒരേ ഇൻഡക്ഷൻ വെച്ചുകൊണ്ട് ഇന്നലെ ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞതിന് കാരണം എന്താ? ഈ കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി മാറാൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ശത്രുക്കളാകുന്ന മഹാമാരി മാറാനുള്ള ബലിയർപ്പണങ്ങൾ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങും പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ മഹാമാരി നിലച്ചത് ഇങ്ങനെ ധൂപാർച്ചന നടത്തിയപ്പോഴല്ലേ? Praise the Lord. Praise the Lord. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ചങ്ക് പൊട്ടി കരഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ ക്ലാരപുണ്യ ശത്രുക്കൾ ആക്രമിക്കാൻ വന്നപ്പോൾ വിശുദ്ധ ദിവ്യകാരനെ എടുത്തോണ്ട് ഇറങ്ങിയപ്പോൾ ശത്രു പോയ പോക്ക് ഓർക്കുന്നില്ലേ? പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും സഭയുടെ ചരിത്രത്തിൽ വരും 5-ാമത്തെ കാര്യം പരിശുദ്ധ അമ്മയാണ് സഹോദരങ്ങളെ. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഈ ദിവസത്തെ ടോക്കുകളിൽ എല്ലാം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ലപ്പാന്റെ യുദ്ധം മുതൽ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നിർണായകമാണ് യുദ്ധങ്ങളിൽ, വിജയങ്ങളിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട റോയി അച്ഛൻ പറഞ്ഞതുപോലെ സഭ ആരെ കൊന്നൊടുക്കുന്ന ആളല്ല, സഭ എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ആളാണ്. എന്റെ പ്രിയപ്പെട്ട സഭയുടെ സമരായുധങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ മനസ്സിലാക്കണം വിശ്വാസികളെ, കർത്താവിന്റെ കരങ്ങളാണ് വിജയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഇതുപോലെ നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സത്യം കൊണ്ട് അരമുറക്കണം കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇതുപോലെ പ്രാർത്ഥന ഉയർത്തണം അത് പറഞ്ഞു. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ദൈവം എങ്ങനെയാണ് തുരത്തുന്നതും കൂടെ മനസ്സിലാക്കി തരാം. അത് നമ്മൾ വായിക്കുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ്. അതുകൊണ്ട് മഹത്തരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും. അവിടുത്തെ വലത്തുകരം അവരെ രക്ഷിക്കും. അവിടുത്തെ ഭുജം അവരെ കാത്തുകൊള്ളും. കർത്താവ് തീഷ്ണതയാകുന്ന കവചമണിയും. തങ്ങളുടെ വൈരികളെ തുരുത്താൻ തൻ്റെ സൃഷ്ടികളെ ആയുധമണിയിക്കും. അവിടുന്ന് നീതിയെ മാർച്ചട്ടയാക്കും. നിഷ്പക്ഷമായ നീതിയെ പടത്തൊപ്പിയാക്കും. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. ക്രോധത്തെ മൂർച്ച കൂട്ടി വാളാക്കും. നീചന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സൃഷ്ടി മുഴുവൻ കർത്താവിൻ്റെ പക്ഷത്ത് അണിനിരക്കും. വിദ്യുച്ഛങ്ങൾ നന്നായി കുലച്ച മേഘവില്ലിൽ നിന്നെന്ന പോലെ ലക്ഷ്യത്തിലേക്ക് ഊക്കോടെ കുതിച്ചുപായും. കവിണയിൽ നിന്നെന്ന പോലെ ക്രോധത്തിൻ്റെ കന്മഴ അവർക്കെതിരെ വർഷിക്കും. കടൽ ക്ഷോഭിക്കും. നദികൾ നിഷ്കരുണം അവരെ വിഴുങ്ങും. അവർക്കെതിരെ ശക്തിയായ കാറ്റ് വീശും. കൊടുങ്കാറ്റ് അവരെ ചുഴറ്റിയെറിയും. അധർമ്മം ഭൂമിയെ ശൂന്യമാക്കും. ദുഷ്കൃത്യം രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ തകിടം മറിക്കും എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ദൈവം നല്ലൊരു പട്ടാളക്കാരനെ പോലെ നിന്ന് ജനത്തിന് വേണ്ടി പൊരുതും എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം.
എഫേസസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഓർക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കവചമണിയുന്നു, പരിചയം എടുക്കുന്നു എന്നൊക്കെ പറയുന്ന സത്യം കൊണ്ട് അരമുറക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ? നമ്മൾ അങ്ങനെ ഒരുങ്ങുമ്പോൾ ദൈവം ഒരു നല്ല പട്ടാളക്കാരനെ പോലെ നിന്ന് പൊരുതുന്നു എന്നാണ് വചനം പഠി. നിങ്ങൾ ആ വചനത്തിലേക്ക് നോക്കിക്കേ, എന്താ വചനം പഠിപ്പിക്കുന്നത്? അവർക്ക് സുന്ദരമായ കിരീടം കർത്താവ് കൊടുക്കും, അവിടുത്തെ വലതുകർ അവരെ രക്ഷിക്കും എന്ന് മാത്രമല്ല, കർത്താവ് കവചമണിയും, സൃഷ്ടികളെ അവിടുന്ന് ആയുധമണിയിക്കും, നീതിയെ മാർച്ചട്ടയാക്കും, നീതിയെ പടത്തൊപ്പിയാക്കും, കേക്ക് വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കി മാറ്റും. സൃഷ്ടികൾ ഇവർക്ക് വേണ്ടിയിട്ട് ദൈവജനത്തിന് വേണ്ടി സൃഷ്ടികൾ പോലും പങ്കെടുക്കുമെന്നാണ് വചനം വെളിപ്പെടുത്തുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ അധർമ്മം പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ സ്ഥിതി എന്താകും? അതുകൊണ്ട് നമ്മൾ പഠിക്കണം. അത് നമ്മൾ വായിക്കുന്ന ജ്ഞാനത്തിന്റെ അവസ്ഥ 5-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ്. അധർമ്മയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിരു പോലെയും കൊടുങ്കാറ്റടിച്ചു പരത്തിയ പൊടിമഞ്ഞ് പോലെയുമാണ്. അധർമ്മയുടെ പ്രത്യാശ എന്ന് പറഞ്ഞ കാറ്റിൽപ്പെട്ട പതിര് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? പതിരിന്റെ കാറ്റ് വന്ന് മുഴുവൻ പറന്നു പോകും എന്ന് പറഞ്ഞില്ല. പൊടിമഞ്ഞ് കൊടുങ്കാറ്റ് നിൽക്കുവോ? നിൽക്കുകയല്ല. ബാക്കി വായിക്കാം. കാറ്റിന്റെ മുൻപിൽ അത് പുക പോലെ ചിതറിപ്പോകും. ഒരു ദിവസം മാത്രം താമസിച്ച അതിഥിയുടെ സ്മരണ പോലെ അത് അസ്തമിക്കും. ഒരു ദിവസം താമസിച്ച അതിഥിയെ സത്രത്തിൽ ആരോർത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ. ബാക്കി. നീതിമാന്മാർ എന്നേക്കും ജീവിക്കും, അവരുടെ പ്രതിഫലം കർത്താവിന്റെ പക്കലുണ്ട്, അത്യുന്നതൻ അവരെ പരിപാലിക്കുന്നു. കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ജ്ഞാനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന് 10-12 വാക്യം കൊണ്ട് പഠിക്കാം. ഇളകി മറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിപ്പിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും. കണ്ടോ സഹോദര, കപ്പല് കടന്നു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും രേഖയുണ്ടോ? അതുപോലെ കർത്താവിന്റെ പ്രവർത്തനം വരും, ശത്രുക്കൾ ചിഹ്നഭിന്നമാവും. ബാക്കി വായിക്കാം. പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല. ചിറകടിയേൽക്കുന്ന ലോലവായു പറക്കലിന്റെ വേഗത്താൽ മുറിയുന്നു, എന്നാൽ അടയാളം അവിടെ ശേഷിക്കുന്നില്ല. ഒന്നുമില്ല അവിടെ. ചിറകുകൊണ്ട് വായുവിനെ തുളച്ചു കീറി പക്ഷി മുന്നോട്ട് പോകുന്നു, എന്നാൽ അതിൻ്റെ അടയാളം അവശേഷിക്കുന്നില്ല. ലക്ഷ്യത്തിലേക്ക് എയ്യുന്ന അസ്ത്രം വായുവിനെ ഭേദിച്ചാലും ഉടനെ അത് കൂടിച്ചേരുന്നു. അങ്ങനെ അസ്ത്രത്തിന്റെ മാർഗം ആരും അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് അധർമ്മികൾക്കുള്ള അവസ്ഥ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിജയം കർത്താവിന്റെ കരങ്ങളാണ്, നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങൾ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ആരാധന സമയത്ത് കരഞ്ഞു നൊറോളിച്ച് എന്റെ സഹോദര സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് നിലവിളിക്കാം. സർവാധിപനായ കർത്താവിന്റെ മുൻപിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ ആത്മാവിൽ വലിയ എളിമയോടും അനുതാപത്തോടും കൂടി ആയിരിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിക്കാതെ പോകുന്നത് ഞങ്ങളുടെ അനുതാപക്കുറവിൻ്റെയും മാനസാന്തര ജീവിതത്തിൻ്റെ കുറവും, ദൈവമേ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹത്തിൻ്റെ അഭാവവുമാണല്ലോ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹെബ്രായ ലേഖനം 9:14 പറയുന്നത് പോലെ ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നിന്റെ അന്ധകരണത്തെ എത്രയോ അധികമായി യേശുവിൻ്റെ രക്തം വിശുദ്ധീകരിക്കുകയില്ല. കർത്താവെ, ആരൊക്കെ അനുദപിക്കുന്നുവോ, ഏതൊക്കെ സമൂഹം അനുദപിക്കുന്നുവോ, ആരൊക്കെ മാനസാന്തരപ്പെടുന്നുവോ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്ന വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. കർത്താവെ, വലിയ അനുതാപത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള ദുർമാർഗ്ഗങ്ങളും ഞങ്ങളെ വിടുവിക്കണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന തിരുരക്തത്താൽ കഴുകണമേ, നിത്യാത്മാവേ എൻ ഹൃദയം. കർത്താവേ, തിരുരക്തത്താൽ കഴുകണമേ, നിത്യാത്മാവേ എൻ ഹൃദയം. പുതിയൊരു ഹൃദയം നല്ല
നൽകണമേ. കർത്താവേ, ദൈവത്തിനാലയമാകണമേ. പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാകണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, സഭയിൽ ഒരുപാട് തരത്തിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രവർത്തികൾ ഉള്ളത് കാരണം കർത്താവ് ദാനിയേൽ ഉണർന്നെഴുന്നേറ്റതുപോലെ ഉണർന്നെഴുന്നേക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. കാരണം വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിച്ചിട്ടില്ല, ശബ്ദമുയർത്താൻ സാധിച്ചിട്ടില്ല. കർത്താവേ, വലിയ വിശ്വസ്തയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. കർത്താവെ, ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ സഭയ്ക്കും വിശ്വാസത്തിനും വേണ്ടി നിലകൊള്ളാൻ പറ്റാതെ പോയ മുഴുവൻ സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ കഴുകണമേ കർത്താവേ, നിത്യാത്മാവേ, എൻ ഹൃദയം ഒരു പരിശുദ്ധമായ ഹൃദയം നൽകണമേ. തിരുരക്തത്താൽ കഴുകണമേ, നിത്യാത്മാവേ, എൻ ഹൃദയം പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാകണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയം മൂലം പുറകോട്ട് മാറിപ്പോയ അനേക സാഹചര്യങ്ങളുണ്ട്. കർത്താവെ, വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് അറിഞ്ഞിട്ടും കർത്താവെ, പലതരത്തിലുള്ള സംഗതികൾ നഷ്ടപ്പെടുമെന്നുള്ള ഭയം, എൻ്റെ ചില സ്ഥാനം പോകുമെന്നുള്ള നയം, എൻ്റെ സമൂഹത്തിലെ മതിപ്പ് പോകുമെന്നുള്ള ഭയം മൂലം പലപ്പോഴും വിശ്വാസത്തിന് നിലകൊള്ളാതെ പുറകോട്ട് മാറിപ്പോയ സംഗതികളുണ്ട്. കംഫർട്ട് സോൺ വിടാത്തത് മൂലം കർത്താവെ, പലപ്പോഴും പുറകോട്ട് മാറിയ സംഭവങ്ങളുണ്ട്. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. കഴുകണമേ, നിത്യാത്മാവേ, എൻ ഹൃദയം പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാകണമേ, പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാകണമേ. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ചില തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, വചനത്തെ കേട്ടതുപോലെ സത്യം കൊണ്ട് അരമുറുക്കാൻ, നീതിയുടെ കവചം ധരിക്കാൻ, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഒരുങ്ങാൻ, കർത്താവ് വചനത്തിൻ്റെ വാളെടുക്കാൻ തക്കവിധം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, പ്രാർത്ഥനയുടെ പരിചയം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, സഭയ്ക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി ശക്തമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ, കർത്താവെ, സർവോപരി പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ആരാധന നടത്തി പ്രാർത്ഥിക്കാൻ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം ചേട്ടി പ്രാർത്ഥിക്കാൻ കർത്താവെ, ഞങ്ങൾക്ക് കൃപ നൽകണം. കർത്താവെ, പലപ്പോഴും കർത്താവ് സഭയ്ക്കെതിരെ വരുന്ന ആക്രമണം കണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഒന്നും തോന്നിയിട്ടില്ല. കർത്താവെ, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, വിലപിച്ച് പ്രാർത്ഥിക്കാൻ, പ്രവാചകന്മാരും വിശുദ്ധരും പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവേ, കണ്ണുനീരേകണേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ, കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ, ഉള്ളം തുറന്നിടണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ, ഉള്ളം തുറന്നിടണേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ, കണ്ണു നീരേകണേ. കണ്ണു നീരേകണേ.
കർത്താവിൻ്റെ സന്നിധിയിൽ പുതിയ തീരുമാനത്തോടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും തടസ്സങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിലെല്ലാം ഉപരിയായി സഭയെ തകർക്കുന്ന എല്ലാവിധ ശക്തികളുടെ തകരാൻ വേണ്ടി, ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി കർത്താവിനെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ എന്ന നാമം വിളിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. വിശ്വാസത്തിൽ ദുഷിക്കുന്നവരുടെ മേൽ, സഭയെ തകർക്കാൻ പരിശ്രമിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അവരുടെ മേൽ അനുതാപത്തിൻ്റെ കൃപ വരട്ടെ. അവർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ. അവർ കൃപയിലേക്ക് വരട്ടെ. അവർ യേശുവിനെ അറിയട്ടെ. ശത്രുക്കളെ അവിടുന്ന് ചിതറിക്കട്ടെ. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഉറക്കെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ സഭയ്ക്ക് വേണ്ടി, തീവ്രവാദം തകരാൻ വേണ്ടി ഒരുമിച്ച് നിലവിളിക്കുന്ന മരണത്തെ ജയിച്ചവനെ, ഈശോയെ മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ശത്രുവിന്റെ കുതന്ത്രങ്ങൾ ഛിന്നഭിന്നമാകട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ. ഒരു നിമിഷം കോവിഡ് രോഗത്താൽ ക്ലേശിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അമ്മേ തിരുക്കച്ചയാ